വർഷങ്ങളായി നമ്മൾ ഏലിയൻസിനെക്കുറിച്ചും പറക്കും തളികളെക്കുറിച്ചും കേൾക്കുന്നു. അപ്പോഴൊക്കെ സർക്കാരുകൾ പറയുന്നത് അത് തോന്നലുകളാണെന്നും വ്യാജമാണെന്നുമാണ്. എന്നാൽ 2020-ൽ ചരിത്രത്തിലാദ്യമായി അമേരിക്കയുടെ പ്രതിരോധ വകുപ്പ് പെന്റഗൺ ഒരു കാര്യം അറിയിച്ചു. അതെ, പറക്കും തളികകൾ സത്യമാണ്. അവയുടെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഹോളിവുഡ് സിനിമയുടെ രംഗങ്ങളല്ല, മറിച്ച് അമേരിക്കൻ പൈലറ്റുമാർ റെക്കോർഡ് ചെയ്ത് പെന്റഗൺ ഔദ്യോഗികമായി പുറത്തുവിട്ട വീഡിയോകളാണ്. ഭൗതിക ശാസ്ത്ര നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന ഈ പേടകം ആരുടേതാണ്? ഇന്ന് ടോക്ക് വിത്ത് റോണിക്സിൽ നമ്മൾ ഇതിനെക്കുറിച്ചാണ് നോക്കുന്നത്. സംഭവം നടക്കുന്നത് 2004-ലാണ്. അമേരിക്കയുടെ ഡേവിഡ് ഫ്രേവർ എന്ന ടോപ്പ് ഗൺ പൈലറ്റ് പരിശീലന പറക്കലിലായിരുന്നു. അപ്പോൾ അദ്ദേഹം സമുദ്രത്തിന് മുകളിലായിട്ട് ഒരു വെളുത്ത വസ്തു കണ്ടു. ജനലുകളില്ല, ചിറകുകളില്ല, എഞ്ചിനില്ല. അദ്ദേഹം അതിനടുത്ത് എത്താൻ ശ്രമിച്ചതും ഉടനെ അതൊരു വെടിയുണ്ട പോലെ പാഞ്ഞുപോയി. നമ്മുടെ ഏറ്റവും വേഗതയേറിയ ജെറ്റ് വിമാനങ്ങൾക്ക് പോലും ആ സ്പീഡ് ചിന്തിക്കാൻ കഴിയില്ല. ഗ്രാവിറ്റി ഒന്നും അതിനൊരു പ്രശ്നമല്ല എന്ന നിരത്തിലാണ് അതിന്റെ ചലനങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്ന് 80,000 അടി ഉയരത്തിലേക്ക് അതൊരു നിമിഷ നേരം കൊണ്ടെത്തി. ഒരു മനുഷ്യനിർമ്മിത പേടകത്തിനും അസാധ്യമായ കാര്യമാണത്. 2004-ൽ മാത്രമല്ല, 2015-ലും ഇതേപോലുള്ള സംഭവങ്ങളുണ്ടായി. ഗിംബൽ എന്ന് പേരിട്ടിരിക്കുന്ന വീഡിയോയിൽ ഒരു പേടകം കാറ്റിനെതിരെ പറക്കുന്നതും അസാധാരണമാംവിധം വെട്ടിത്തിരിയുന്നതും കാണാം. നമ്മുടെ ഒരു വിമാനങ്ങൾക്ക് പോലും ഇങ്ങനെ തിരിയാൻ സാധിക്കില്ല. പൈലറ്റുമാരുടെ വാക്കുകളിൽ അത്ഭുതം നിങ്ങൾക്ക് കേൾക്കാം. ലുക്ക് അറ്റ് ദാറ്റ് തിങ് ഡ്യൂഡ് എന്നവർ അലറുന്നുണ്ട്. ഇവയിൽ നിന്ന് പുക പുറത്തു വരുന്നില്ല, ഇവ ചൂട് പുറത്തു വിടുന്നുമില്ല. പക്ഷെ എങ്ങനെയാണ് ഇവർ ഇത്രയും വേഗത്തിൽ പറക്കുന്നത്? ഇവ ശബ്ദത്തേക്കാൾ ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്നു, ഒരു സോണിക് ബൂം പോലും ഉണ്ടാക്കാതെ. ഇതൊക്കെ വ്യാജമാണെന്ന് ഇനി പറയാൻ കഴിയില്ല, കാരണം പെന്റഗൺ തന്നെ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതാണ്. ഇതിനെ UFO എന്നല്ല വിളിക്കുന്നത്, UAP എന്നാണ്, അൺഐഡന്റിഫൈഡ് ഏരിയൽ ഫിനോമിനൻ. ഇവ എന്താകാമെന്നുള്ളതിന് 3 സാധ്യതകളാണുള്ളത്. അമേരിക്കയുടെ തന്നെ രഹസ്യ ആയുധങ്ങൾ, മറ്റ് പൈലറ്റുമാർക്ക് പോലും അറിയാത്തത്. അല്ലെങ്കിൽ ചൈനയോ റഷ്യയോ നിർമ്മിച്ചെടുത്ത അത്യാധുനിക ഡ്രോണുകൾ. ഇതാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നത്. മൂന്നാമത്തത് അന്യഗ്രഹ ജീവികൾ. ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണത്തിനുമാണ് സാധ്യതകൾ കൂടുതലെന്ന് ചിലർ പറയുന്നു. പക്ഷേ വായുവിൽ നിശ്ചലമായി നിൽക്കാനും പെട്ടെന്ന് മാഞ്ഞു പോകാനും പറ്റുന്ന ടെക്നോളജികൾ ഇന്ന് ലോകത്ത് ആർക്കുമില്ല. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണോ ഇത്? അതോ നമ്മളെക്കാൾ 1000 വർഷം മുമ്പുള്ള ടെക്നോളജികൾ ഉപയോഗിക്കുന്നവരുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. നാളെ നമ്മൾ കാണാൻ പോകുന്നത് എവിടെയാണ് ഈ പേടകങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ്. ഏരിയ 51-ൽ ജോലി ചെയ്തിരുന്ന ബോബ് ലാസർ പറഞ്ഞ ഞെട്ടിക്കുന്ന കഥകൾ. ദിസ് ഈസ് ഐവിൻ സൈനിങ് ഓഫ്.